നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു കരൾ ഫ്രൈ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്: മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണെങ്കിലും കുറച്ചുകൂടെ ബെറ്ററാണ്. നമുക്കിപ്പോൾ ഇത് മടിയായതുകൊണ്ട് പെരിഞ്ചീരകം തന്നെ എടുത്തേക്കുന്നതാണ് നല്ലതാണ്. ഇതിൻ്റെ കൂടെ, ഈ കരളിൻ്റെ കൂടെ മിക്സ് ചെയ്ത് പൊരിച്ച് വരുമ്പോഴത്തേക്ക് നല്ല മണം കിട്ടും. അപ്പോൾ അതിന് കുറച്ച് കറി മസാലയും കുറച്ച് നമ്മുടെ ഈ പെരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മണം കിട്ടും. മണവും രുചിയുണ്ട്. നമ്മളെപ്പോഴും മസാല എപ്പോഴും കുറച്ച്, ഇത് കരളൊക്കെ പൊരിക്കുമ്പോഴത്തേക്ക് കുറച്ച് മസാല ചേർക്കുന്നതാണ് ഏറ്റവും നന്നായിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം അതിൻ്റെ ഒരു ടെക്സ്ചർ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് അത് നന്നായിട്ട് സഹായിക്കും. നമുക്ക് കരൾ പൊരിക്കുന്നതിൻ്റെ കരളിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടണ്ടേ. അപ്പോൾ അത് നമ്മൾ ഒരുപാട് മസാല ചേർത്ത് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു ടേസ്റ്റിനൊരു വ്യത്യാസം വരും. അപ്പോൾ ഇത് നല്ലപോലെ കുറച്ച് മസാലകൾ ചേർത്ത് നല്ലപോലെ കുഴച്ച് ഇത് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഫ്രിഡ്ജിലാണ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അത്രയും മസാല അതിൽ പിടിക്കും പെട്ടെന്ന്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് കുഴച്ച് ഒന്ന് റെസ്റ്റിന് വയ്ക്കാം. അതുപോലെ ഒരു ഫ്രൈയിങ് പാൻ എടുക്കുക. ഫ്രൈയിങ് പാൻ എടുത്ത് നമുക്ക് അടുപ്പിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ കരളിപ്പോൾ ഏകദേശം നല്ല രീതിയിൽ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു അരമണിക്കൂർ കൂടുതലായി. അപ്പോൾ നല്ല രീതിയിൽ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തട്ടി കൊടുക്കുക എന്നുള്ള ദൗത്യം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം പരിപാടിയും തീർന്നു. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും അല്ലെങ്കിൽ വെറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ പിന്നെ ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വരുമ്പോഴത്തേക്ക് കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിക്കാനൊക്കെ പറ്റിയ ഒരു സൈഡ് സ്നാക്ക് കൂടെ ആണ് ഈ കരൾ വറുത്തത്, കരൾ ഫ്രൈ. നല്ല ടേസ്റ്റായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഫ്രൈയിങ് പാൻ നല്ല ചൂടായിട്ടുണ്ട്. നമുക്കിനി അതിൽ വളരെ കുറച്ച് എണ്ണ മാത്രം മതി ഇതിൽ. കാരണം ഈ കരളിൽ തന്നെ ആവശ്യത്തിന് ഫാറ്റ് ഉണ്ട്. അപ്പോൾ അത് ഉരുകി നല്ല രീതിയിൽ ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച് എണ്ണ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഒരുപാട് ഫാറ്റ് നമ്മുടെ ശരീരത്തിലോട്ട് പോകുമെന്നുള്ളൊരു ഇതും വേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരൾ എപ്പോഴും ശരീരത്തിന് നല്ലതാണെന്നേ പറഞ്ഞിട്ടുള്ളത്. ഈ കരളിൻ്റെ അതേപോലെ ഈ മാങ്ങ, അതൊക്കെ വരുന്ന നല്ല നല്ല പാർട്സാണ്. അത് നമുക്ക് കോഴിയുടെ ഏറ്റവും നല്ല പാർട്സുകളാണ് ഇതൊക്കെ, ഈ മാങ്ങയും അതേപോലെ ഈ കരളൊക്കെ. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കരളൂടെ ചേർത്ത് കൊടുക്കാം. അത് മൊത്തത്തിൽ നമുക്കത് തട്ടിയിട്ട് ഒരുമിച്ച് തന്നെ പാത്രത്തിൽ നോക്കുമ്പോഴത്തേക്ക് തോനെയുള്ളതായിട്ട് തോന്നും. പക്ഷേ നമ്മളിത് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഇറങ്ങി ഇത് വെന്ത് ഒന്ന് ഫ്രൈ ആയി വരുമ്പം ഈ കുറച്ചേ കാണത്തുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ചധികം തട്ടിയാലും കുഴപ്പമില്ല. അടച്ച് വെച്ച് വേവിക്കുക, കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് വെന്ത് കിട്ടും. വെന്ത് കിട്ടിയാൽ ഫ്രൈ ആവാൻ നല്ല ടേസ്റ്റുമാണ്, എളുപ്പവുമാണ്, ഗ്യാസും ലാഭിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ പൊടി കൈകളുണ്ട്. ഇപ്പോൾ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മളിപ്പം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ഇതേണൊക്കെ ഇത്തിപ്പുലം കുക്കിങ്ങിനൊക്കെ കയറുമ്പോഴത്തേക്ക് വീട്ടിൽ അമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും തുടങ്ങും. ഗ്യാസ് തീരും, എണ്ണ തീരും, പിന്നെ അടുക്കള വൃത്തിയിടാക്കുന്നു. അപ്പം നമ്മളായിട്ട് നമ്മളെ പേരുദോഷം കേൾപ്പിക്കാതെ ഇതേ കണക്കൊക്കെ പൊടിക്കൈകളൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കരൾ ഏകദേശം ഒന്ന് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ച്
പിന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്കിതിന് സൈസായ ഒരു അടപ്പില്ല, അതുകൊണ്ട് നമ്മൾ ഇത് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് വെച്ച് അടച്ച് ഒന്ന് വേവിച്ചെടുക്കുക, നല്ലപോലെ വേവിച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്, വെന്ത് ചെറിയൊരു റോസ്റ്റ് പരുവത്തിലായി വന്നിട്ടുണ്ട്. അതിലെ നെയ്യൊക്കെ ഉരുവി ഇറങ്ങി ഒരു റോസ്റ്റ് പരുവായി വരുന്നുണ്ട്. നമുക്കിനി ഇത് തുറന്ന് വെച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം നോക്കിയേ, ഏകദേശം അത് ഫ്രൈ ആയി, നല്ല രീതിയിൽ ഇത് ഫ്രൈ ആയി വരുന്നുണ്ട്. നമ്മൾ ആദ്യം എത്ര എണ്ണ ഒഴിച്ചത്, അപ്പം ഇത്രയും നെയ്യ് വരുന്നുണ്ട് അതിൽ, അത്രയും ഫാറ്റ് അതൊന്ന് ഉരുകി അതിൽ തന്നെ വരും. അപ്പോൾ അതിൽ തന്നെ കിടന്നത് വെന്തോളും. നല്ല രീതിയിലത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഏകദേശം നല്ല മൂത്ത് വരുന്നുണ്ട്. നമുക്കത് തുറന്ന് വെച്ച് തന്നെ അത് വേവിച്ചെടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ അതേപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. സബ്സ്ക്രൈബേഴ്സും വ്യൂസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ മോണിറ്റൈസേഷൻ പോലും കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് എല്ലാവരും കാണുന്നവരെല്ലാവരും ഇത് മാക്സിമം ഫുള്ള് കണ്ടു തീർക്കാൻ ശ്രമിക്കുക. സപ്പോർട്ട് ചെയ്യുക, കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പെട്ടെന്ന് ഇത് വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു കോമഡി ഓർമ്മ വന്നതെന്ന് വെച്ചാൽ, ഉല്ലാസ് മന്ദളത്തിൻ്റെ ഒരു കോമഡി ഉണ്ട്. ഇല്ല, വഴിയിൽ മറ്റില്ല പാടുന്ന ആൾക്കാരുണ്ടല്ലോ, ചികിത്സാ സഹായത്തിനും അതിനും ഇതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പം ഉല്ലാസ് മന്ദളത്തിൻ്റെ അതിൻ്റെ ഒരു കോമഡി ഉണ്ട്. ഈ പാടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ ടഫായിട്ടുള്ള സംഗതികൾ പറഞ്ഞ സ്ഥലത്ത് ഈ അഡ്വർടൈസ്മെൻറ്റ് കയറ്റുന്നൊരു പരിപാടിയുണ്ട്. അതേപോലെയാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ. ഇതിപ്പം എല്ലാം കൂടെ എനിക്ക് വോയിസ് ഓവർ കൊടുത്തിട്ട് എനിക്ക് എത്തണില്ല. അപ്പം ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മുടെ കരൾ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കുകൾ അറിയിക്കുക, കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.